നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. നിർമ്മാണം പൂർത്തിയായാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇരിങ്ങാലക്കുട കോർട്ട് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നിർമ്മാണം നടക്കുന്ന കോർട്ട് കോംപ്ലക്സ് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അടുത്ത മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ സന്ദർശനം നടത്തുന്നുണ്ട്. തീയതി നിശ്ചയിച്ചിട്ടില്ല. കോർട്ട് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തീകരിച്ചാൽ അതനുസരിച്ച് തീയതി നിശ്ചയിക്കും. അല്ലാത്തപക്ഷം കേന്ദ്ര നിയമമന്ത്രി ഉദ്ഘാടനത്തിനെത്തുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഹൈക്കോടതി കോംപ്ലക്സിന് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ കോർട്ട് കോംപ്ലക്സാണ് ഇരിങ്ങാലക്കുടയിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന വിഹിതവുമായി 93.25 കോടി രൂപ ചെലവഴിച്ച് 80 മീറ്റർ നീളത്തിലും 45 മീറ്റർ വീതിയിലുമായി 1.68 ലക്ഷം ചതുരശ്ര അടിയിൽ 7 നിലകളിലായിട്ടാണ് കോർട്ട് കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. ഇരിങ്ങാലക്കുട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ലിയോ, സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ജോൺസൺ എന്നിവരുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി ഇപ്പോൾ ഫെബ്രുവരിയിൽ തൃശ്ശൂർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതെന്ന് വരണമെന്നുള്ളത് ഇതും കൂടെ അറിയിച്ചിട്ട്, ഇതിൻ്റെ കംപ്ലീഷൻ അറിയിച്ചിട്ട് തീരുമാനിക്കും. അല്ലെങ്കിൽ ലോ മിനിസ്റ്റർ വരും, കിരൺ റിജിജു, അതെപ്പോഴാണെന്നുള്ളത് അറിയിച്ചാൽ. ഇത് ഞാൻ കാണുന്നത് ഹൈക്കോടതി കഴിഞ്ഞുള്ള ഏറ്റവും വലിയ സമുച്ചയമായിട്ട്. പക്ഷേ ഇതിനേക്കാൾ വലിയ സമുച്ചയമായിട്ട് വരാൻ പോകുന്നത് തിരുവനന്തപുരത്താണ്. അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ 98-99 കാലഘട്ടത്തിൽ ഫൈറ്റ് ചെയ്ത് തുടങ്ങിയതാണ്. പന്നിയൻ രവീന്ദ്രൻ അദ്ദേഹവും CPIയുടെ ആൾക്കാരുമായിട്ട് ചേർന്ന് തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ചിന് വേണ്ടി. അതിപ്പോൾ വീണ്ടും ടേക്കപ്പ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഈ വർഷം യൂണിഫോം സിവിൽ കോഡ് വരികയാണെങ്കിൽ അതിനുള്ളിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്തായാലും ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം അതിനുള്ള നീക്കം ശക്തമായി നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇതിനേക്കാൾ വലിയൊരു സംശയം ഹൈക്കോടതി കഴിഞ്ഞ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികച്ച വിദ്യാർത്ഥിക്ക് നൽകുന്ന ഫാദർ ജോസ് ചുങ്കൻ കലാലയരത്ന പുരസ്കാരം സമ്മാനിച്ചു. ക്രൈസ്റ്റ് കോളേജ് സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങിൽ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലെ അമല അന്ന അനിലിന് മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ L സുഷമ സമ്മാനിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ പ്രിൻസിപ്പൽ ഫാദർ ജോസ് ചുങ്കൻ, ക്രൈസ്റ്റ് കോളേജ് മലയാള വിഭാഗ മേധാവി ഫാദർ ടെജി K തോമസ്, ഡോക്ടർ അമ്പിളി MV, HR കോർഡിനേറ്റർ പ്രൊഫസർ ഷീബ വർഗീസ്, ജൂറി അംഗം ജോസ് കൊറിയൻ എന്നിവർ പങ്കെടുത്തു. ഏറ്റവും ഉദാഹരണം വിചാരിക്കേണ്ടത് ഒരു ചെറിയ കുട്ടിയെ തൊട്ട് അല്ലെങ്കിൽ നിങ്ങളെ തൊട്ട് ഇന്ന് ഇത് ഇത്രയും ചെയ്താൽ നിങ്ങളെ ഞങ്ങള് നിങ്ങളുടെ ഇഷ്ടത്തിന് വിടാം എന്ന് വീട്ടിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്യാമ്പസിൽ പറയാം നിങ്ങൾ ഇതെല്ലാം ചെയ്തായിരുന്നു, നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ഫ്രീ ആകാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ വേഗം ചെയ്തു തീർക്കും. നിങ്ങളുടെ ആവശ്യമാണ് അത് കഴിഞ്ഞ് നിങ്ങളുടെ ഇഷ്ടത്തിനൊന്ന് ഇറങ്ങാനോ കളിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടിയിരിക്കാനോ ഉള്ള ആവശ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ചെയ്യാനാകും. അപ്പൊ ആവശ്യങ്ങളെ നിയന്ത്രിക്കാൻ, ആവശ്യങ്ങളെ നിശ്ചയിക്കാൻ, അതിന്റെ നന്മതിന്മകൾ കാണാൻ, മൂല്യം മനസ്സിലാക്കാൻ ഒക്കെ കഴിവുള്ള ഒരു കണ്ണാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എല്ലാവർക്കും 2 കണ്ണിരിപ്പുണ്ട്. പക്ഷെ ഈ കണ്ണ് പോരാ. നേരത്തെ ജോലിയച്ചൻ പറഞ്ഞു ഭിന്നശേഷി സൗഹൃദ ക്യാമ്പസ് ആയിട്ട് നമുക്ക് അവാർഡ് കിട്ടിയിരുന്നു. നിങ്ങൾക്ക് ആ കാലം അറിയാമോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ KSRTC ബസ്സിൽ അങ്ങനെയല്ല എഴുതി വെക്കുന്നത്. പണ്ടൊക്കെ ഒരു സീറ്റിൽ എഴുതി വെച്ചിരുന്ന വാക്ക്, ഭിന്നശേഷി എന്നുള്ളതിൽ എഴുതി വെച്ചിരുന്ന വാക്ക് വികലാംഗ. നമുക്ക് ആ വാക്ക് അങ്ങനെ പറയാൻ പോലും പറ്റില്ല. പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. നമ്മളതിന് എത്ര വികലമായ മനസ്സുള്ളവരായിട്ടാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. വായനാ മത്സരങ്ങൾ. കെഴുത്താണി സാഹിത്യ സമ്മേളനത്തിന്റെ 87ാം വാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സർഗാത്മക സംവാദം കെഴുത്താണി RMLP സ്കൂളിൽ മുൻ ദേവസ്വം കമ്മീഷണർ P വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു.
കുടൽമാണിക്യം ദേവസ്വം മുൻ ചെയർമാൻ യു പ്രദീപ് മേനോൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രന്ഥകർത്താവ് രാജീവ് ഇരിങ്ങാലക്കുട മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിയ അനിൽകുമാർ, പി രാജൻ, വിജിൽ വിജയൻ, സ്കൂൾ മാനേജർ സീമ പ്രേംരാജ്, മുൻ സ്കൂൾ മാനേജർ ഇ അപ്പു മേനോൻ, സ്കൂൾ ഹെഡ്മാസ്റ്റർ സെബാസ്റ്റ്യൻ ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. ഏറെ സന്തോഷമുണ്ട്. ഇത്രയും ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ ശുഷ്കമായ സദസ്സെങ്കിലും വന്ന് രണ്ട് വാക്ക് പറയാനും മുഖത്ത് നിറയെ പുഞ്ചിരിയോടുകൂടി ഉള്ള ഇവിടുത്തെ ആളുകളുടെ അടുക്കൽ അല്പനേരം ഇരിക്കാനും സംവദിക്കാനും അതിലുപരി 87 വർഷം മുമ്പ് സംഭവിച്ച ഒരു ചരിത്ര സംഭവം ഇന്നും വളരെ അസാധാരണമാകരുത്. അങ്ങനെ ഒരു സാഹിത്യ സഭര്യ എന്ന് പറയുന്നത് വള്ളത്തോൾ ഉൾപ്പെടെ ചങ്ങമ്പുഴ ഉൾപ്പെടെ ഒരുപാട് ഈ ശങ്കരക്കുറുപ്പ് അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായ സാഹിതി ഉപാസകരുടെ ഈ സ്റ്റേജിൽ നിറഞ്ഞ് നിന്ന് സാഹിത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തത് വള്ളത്തോളിൻ്റെ ഷഷ്ട്യവ്യ പൂർത്തിയോടുകൂടി അല്ലേ അതിൻ്റെ ഭാഗമായി നടന്ന ആ ചടങ്ങ് അതിൻ്റെ ഒരു വാർഷികത്തിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കാനും നിങ്ങളോട് സംവദിക്കാനും. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ഇരിങ്ങാലക്കുട യൂണിറ്റ് സമ്മേളനം പ്രിയ ഹാളിൽ KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹോബി ജോളി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജി എസ് മുഖ്യ പ്രഭാഷണം നടത്തി. ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PJ തോമസ്, സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് MM ഷാജൻ എന്നിവർ ആശംസകൾ നേർന്നു. യൂണിറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് TV പ്രസാദ് സ്വാഗതവും അഡ്വക്കേറ്റ് നിമ്മി പ്രസാദ് നന്ദിയും പറഞ്ഞു. ഇവിടെ ഞാനോ നിങ്ങളോ ആര് പോയാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് എന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഏറ്റവും വലിയ തെളിവായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തൃശ്ശൂർ ജില്ലയിലുണ്ടായ വിജയമാണ്. അത് ഒരുപക്ഷെ ആക്ഷേപിക്കുന്നവരുണ്ടാവാം. പലരും പറയും ഇങ്ങനെ ഒരു വേവ് വന്നിട്ടും തൃശ്ശൂർ ജില്ലയിൽ പ്രതീക്ഷിച്ചത്ര വലിയ തിളക്കം ഉണ്ടായില്ല എന്ന് പറയുന്നവരുണ്ടാവാം. പക്ഷെ നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസ് ഇല്ലാതായി അല്ലെങ്കിൽ അടിഞ്ഞമ്പിപ്പോയി എന്ന് പറഞ്ഞിടത്ത് നിന്നാണ് ഇത്രയും പഞ്ചായത്തുകൾ ഇതുവരെ ഇല്ലാത്ത പോലെ ജയിക്കാനായിട്ടും അതുപോലെ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാനും 2 മുനിസിപ്പാലിറ്റികൾ നിലനിർത്താനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല. കാരണം അത്രമാത്രം തൃശ്ശൂർ ജില്ലയെ BJP കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് പോലും അത് നമ്മുടെ പലരുടെയും ഉള്ളിൽ ഒരു ചിന്തയുണ്ടായിരുന്നു. ഈ തൃശ്ശൂർ ജില്ല ഇനി എങ്ങനെയാവും പോവുക? സുരേഷ് ഗോപി അല്ലെങ്കിൽ ഒരു BJPയുടെ MP തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വന്നു. ഇത്രയും 19 MP നമുക്കുണ്ടായിട്ടും തൃശ്ശൂർ ജില്ല കൈവിട്ടു പോയി. ഇനി തൃശ്ശൂരിനൊരു തിരിച്ചുവരവ് എങ്ങനെയാണ് എന്ന് ചിന്തിച്ചെടുത്ത് ഇത്രയും വിജയം കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കോൺഗ്രസിന്റെ ആ ഒരു ബേസ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സമഗ്ര ശിക്ഷ കേരളയും കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും സംയുക്തമായി നടപ്പാക്കിയ സ്ട്രീം ഇക്കോ സിസ്റ്റം ഗവേഷണ പ്രോജക്റ്റ് പദ്ധതിയുടെ ഭാഗമായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കിയ ഗവേഷണ പ്രോജക്റ്റുകളുടെ പ്രകാശനം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ നിർവഹിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ ഞാറ്റുവെട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ കൗൺസിലർ ജോസ്മി ഷാജി ആശംസകൾ നേർന്നു. കോർഡിനേറ്റർ വിദ്യ KS പ്രോജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുറത്തുംചിറയിലെ മാലിന്യ പ്രശ്നം ഒരു പഠനം, സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം കുട്ടികളിൽ എന്നീ പ്രോജക്റ്റുകളാണ് ചെയ്തത്. നഗരസഭാ പരിധിയിലെ 5 വിദ്യാലയങ്ങളിൽ നിന്നുമായി 60 കുട്ടികളും 6 അധ്യാപകരും പ്രോജക്റ്റിന്റെ ഭാഗമായി കുട്ടികൾ ഫീൽഡ് തല പ്രവർത്തനങ്ങളിലൂടെയാണ് 2 ഗവേഷണ പ്രോജക്റ്റുകളും പൂർത്തീകരിച്ചത്. BPC KR സത്യബാലൻ സ്വാഗതവും സ്ട്രീം പ്രോജക്ട് കോർഡിനേറ്റർ വിദ്യ KS നന്ദിയും പറഞ്ഞു. ഇവിടെ എടുത്തിരിക്കുന്ന പ്രോജക്റ്റിനെ കുറിച്ച് തന്നെ പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനം ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ പ്രോജക്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്.
സുന്ദര കേരളം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും കൂടി ഇന്ന് സുന്ദര കേരളമായിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് പ്രൊജക്റ്റിൽ ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. പുറത്തു ചിറയാണ് എടുത്തിരിക്കുന്നത് അല്ലേ. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ നമ്മളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി ശരി തന്നെ. പക്ഷെ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചെങ്കിൽ മാത്രമേ ഈ മാലിന്യ നിർമ്മാർജ്ജനം സാധിക്കുകയുള്ളൂ. ഇപ്പോൾ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീടുകളിലേക്ക് നോക്കുക. നമ്മുടെ വീടുകൾ മാലിന്യമാകാതെ സംരക്ഷിക്കുക. അപ്പോൾ ഓരോ വീടും പരിസരവും ശുചിത്വം വരുമ്പോൾ മൊത്തം നമ്മുടെ കേരളം മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പൂർത്തിയാവും. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി അത് അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് പ്രകടിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. എന്ത് തന്നെയായാലും നിങ്ങൾ അതിനൊരു മനസ്സ് കാണിച്ചു, വളരെ നന്ദി. പിന്നെ ഇന്നത്തെ സോഷ്യൽ മീഡിയ മിസ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് അതും എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയാണ്, സോഷ്യൽ മീഡിയ അത്യാവശ്യം വേണ്ടൊരു കാര്യമാണ്. അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.